പുതിയ കോവിഡ് വകഭേദങ്ങൾ ഇന്ത്യയിലും കണ്ടെത്തി. സിംഗപ്പൂരിൽ റിപ്പോർട്ട് ചെയ്ത COVID-19 വകഭേദങ്ങളായ KP2, KP1 എന്നിവയാണ് ഇവിടെ കണ്ടെത്തിയത്. KP2 വകഭേദത്തിന്റെ 290 കേസുകളും KP1 വകഭേദത്തിന്റെ 34 കേസുകളുമാണ് കണ്ടെത്തിയത്. ഇതോടെ പുതിയ കോവിഡ് വകഭേദത്തിന്റെ 324 കേസുകളാണ് ഇപ്പോൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. ഇവയെല്ലാം JN1 വൈറസിന്റെ ഉപവകഭേദങ്ങളാണെന്നും ആശുപത്രിവാസത്തിലും ഗുരുതരമായ കേസുകളിലും വർധനവില്ലെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. 7 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് 34 KP1 കേസുകൾ കണ്ടെത്തിയത്. ഇതിൽ 23 എണ്ണം പശ്ചിമ ബംഗാളിലാണ്. ഗോവ 1, ഗുജറാത്ത് 2, ഹരിയാന 1, മഹാരാഷ്ട്ര 4, രാജസ്ഥാൻ 2, ഉത്തരാഖണ്ഡ് 1 എന്നിവയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ. KP2 കേസുകൾ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്, 148. ഡൽഹി 1, ഗോവ 12, ഗുജറാത്ത് 23, ഹരിയാന 3, കർണാടക 4, മധ്യപ്രദേശ് 1, ഒഡീഷ 17, രാജസ്ഥാൻ 21, ഉത്തർപ്രദേശ് 8, ഉത്തരാഖണ്ഡ് 16, പശ്ചിമ ബംഗാൾ 36 എന്നിവയാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത മറ്റ് സംസ്ഥാനങ്ങൾ. മെയ് 5 മുതൽ 11 വരെ 25,900-ലധികം കോവിഡ് കേസുകളാണ് സിംഗപ്പൂരിൽ കണ്ടെത്തിയത്. ഇതിൽ 3-ൽ 2 കേസുകളും KP1, KP2 വകഭേദങ്ങളാണ്. സിംഗപ്പൂരിൽ വീണ്ടും കോവിഡ് വ്യാപിക്കുകയാണ്. കഴിഞ്ഞയാഴ്ച 26,000 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ആരോഗ്യമന്ത്രി ഓങ് യെ കുൻ പൊതുജനങ്ങളോട് മാസ്ക് ധരിക്കാൻ നിർദ്ദേശിച്ചു. ഓരോ ദിവസവും കേസുകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. തൊട്ടു മുമ്പത്തെ ആഴ്ച 13,700 കേസുകളാണ് ഉണ്ടായിരുന്നത്. ജൂണിൽ ഇത് ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ.